അലൈഹിസ്സലാമിന് മറുപടി നൽകി. നാവ് കൊണ്ട് കളവ് പറയാതെ സൂക്ഷിക്കണം. നാവിനെ അള്ളാഹു നൽകിയത് നന്മയെ പറയാനാണ്, നന്മയിൽ വിനിയോഗിക്കാനാണ്. ഇയ്യാക്കും വൽ കദിബ ഫഇന്നഹു മഅൽ ഫുജൂരി വഹുമാ ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. കളവിനെ നിങ്ങൾ സൂക്ഷിക്കണം. കളവൊരു മനുഷ്യനെ മോശമായ സ്വഭാവങ്ങളിലേക്ക് എത്തിക്കും, ഫുജൂറിലേക്ക് എത്തിക്കും, തമ്മാടിത്തരത്തിലേക്ക് എത്തിക്കും. എന്നാൽ അത് രണ്ടുമാവട്ടെ നരകത്തിലേക്കുമുള്ളതാണ്. വിശ്വാസിയുടെ ജീവിതം കളവ് പറഞ്ഞ് മറ്റുള്ളവരെ കളവിനെ വിശ്വസിപ്പിക്കാനുള്ളതല്ല, അനാവശ്യം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ളതല്ല. ഔസിനി നബിയെ, എന്നെ ഒന്ന് ഉപദേശിക്കാമോ എന്ന് ചോദിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ, നിന്നെ ഒരാൾ നിന്നിലുള്ള ന്യൂനത വെച്ചുകൊണ്ട് തന്നെ ചീത്ത പറഞ്ഞാൽ പോലും അവനിലുള്ള ന്യൂനത നിനക്കറിയാമെങ്കിലും നീ പറയാതിരിക്കണം. ഇത്ര നല്ല മനസ്സിൻ്റെ, നല്ല നാവിൻ്റെ ഉടമകളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഒരു നോട്ടം കൊണ്ട് പോലും മറ്റൊരാളെ വേദനിപ്പിക്കാത്തവർ, അവരാണല്ലോ നല്ല മുസ്ലിം എന്ന് പറയുന്നത്. ലാ യഹല്ലു ലി മുഅ്മിനിൻ അൻ യുശീറ ഇലാ അഖീഹി ബിനളറത്തിൻ തുഅ്ദി. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു നോട്ടം പോലും ഒരു മുസ്ലിമിൽ ഉണ്ടാകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നാവിനെ ഉപയോഗിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. കളവിനെ സൂക്ഷിക്കണം, ഗീബത്തിനെ സൂക്ഷിക്കണം. സ്വകാര്യമായി പറഞ്ഞ പലതും ഉണ്ടാകും, അത് സ്വകാര്യമായി തന്നെ സൂക്ഷിക്കണം. ആരോടും പറയരുതേ എന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്, എങ്കിലും നിന്നോടെങ്ങനെയാ ഞാൻ പറയാതിരിക്കുക എന്നു പറഞ്ഞു തുടങ്ങുന്ന വർത്തമാനങ്ങളെ കേൾക്കാൻ പോലും ഒരു വിശ്വാസി തയ്യാറാവരുത് എന്നല്ലേ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. ഇന്നമാ യതജാലസുൽ മുതജാലിസാനി ബി അമാനത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, രണ്ടാളുകൾ ഇങ്ങനെ വർത്തമാനം പറയാനിരിക്കുന്നത് അതൊരു അമാനത്താണ്. ആ അമാനത്തിനെ അഥവാ കൂടെയുള്ള ആൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ പുറത്തുപോയി പ്രചരിപ്പിക്കുന്നത് അതൊരു മുസ്ലിമിന് യോജിച്ചതേ അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നാവിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കളവുകൾ നാവുകൊണ്ട് വരരുത്. പറയുന്നതെല്ലാം സത്യമാണെന്ന് ഉറപ്പുവരുത്തണം. സംശയം തോന്നിയതാണോ, ചില ആളുകൾക്ക് പറയാതിരുന്നാൽ സഹിക്കാനാവില്ല. മറ്റുള്ളവനെക്കുറിച്ചുള്ള